നമസ്കാരം. ധനുഷ് PSC ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 173/24 ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ തിയേറ്റർ അസിസ്റ്റൻറ്റ്, മ്യൂസിയം അറ്റൻഡൻറ്റ് അതിൻ്റെ മെയിൻ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത്. കാറ്റഗറി കോഡ് 729/22 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസർ കീ ആണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് വേഗം നോക്കിപ്പോവാം. ഫസ്റ്റ് വൺ, താഴത്ത് നിന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. എ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഫ്രഞ്ച് വിപ്ലവം. പെറ്റർലൂ കൂട്ടർക്കൊല, റഷ്യൻ വിപ്ലവം. ലോങ് മാർച്ച്, ചൈനീസ് വിപ്ലവം. പാരീസ് ഉടമ്പടി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. തെറ്റായ ജോഡി ആൻസർ ഓപ്ഷൻ ബി ആണ്, പെറ്റർലൂ കൂട്ടക്കൊല, റഷ്യൻ വിപ്ലവം. അപ്പോൾ എക്സാമിനേഷൻ ഓറിയൻ്റായി പഠിക്കുന്നുണ്ട്, നമുക്ക് ശരിയായ നോക്കി പോകാം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഫ്രഞ്ച് വിപ്ലവം. ലോങ് മാർച്ച്, ചൈനീസ് വിപ്ലവം. പാരീസ് ഉടമ്പടി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഒന്നുകൂടി, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഫ്രഞ്ച് വിപ്ലവം. ലോങ് മാർച്ച്, ചൈനീസ് വിപ്ലവം. പാരീസ് ഉടമ്പടി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഓക്കെ, ഇവിടുത്തെ വണ്ണിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരിക. നെക്സ്റ്റ് വൺ, പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഇരവിപേരൂർ. ഇരവിപേരൂരാണ് ശ്രീകുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം. ഇരവിപേരൂർ. പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ. നെക്സ്റ്റ് വൺ, 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ആൻസർ കെ കേളപ്പൻ. കെ കേളപ്പൻ. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ കെ കേളപ്പൻ. ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ കെ കേളപ്പൻ. നെക്സ്റ്റ് വൺ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി. ഫസൽ അലി. നെക്സ്റ്റ് വൺ, ചേരുംപടി ചേർക്കുക. ദേശീയ സമരകാലത്തെ പത്രങ്ങളുണ്ട്, നേതാക്കളുണ്ട്. ബംഗാളി, വന്ദേമാതരം, അമൃത ബസാർ പത്രിക, വോയിസ് ഓഫ് ഇന്ത്യ ആണ് പത്രങ്ങൾ. ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി, ലജ്പത് റായ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ശിശിർ കുമാർ ഘോഷ് എന്നിവ നേതാക്കളുമാണ്. ചേരുംപടി ചേർക്കുക. നമുക്ക് അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ചേരുംപടി ചേർത്ത് പഠിക്കാം. അതായത് ബംഗാളി പത്രം എഴുതിയതാരാണ്? സുരേന്ദ്രനാഥ് ബാനർജി. ബംഗാളി പത്രം സുരേന്ദ്രനാഥ് ബാനർജി. വന്ദേ മാതരം എന്ന പത്രം എഴുതിയതാരാണ്? ലാൽ ലജ്പത് റായ്. വന്ദേ മാതരം ലാല ലജ്പത് റായ് ആണ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്. പത്രിക കുമാർ ഘോഷ്. നെക്സ്റ്റ്, വോയിസ് ഓഫ് ഇന്ത്യ. അതൊക്കെ അറിയാം. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. എപ്പോഴും ചോദിക്കുന്നതാണത്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ഒന്നുകൂടി, ബംഗാളി പത്രം എഴുതിയ ആരാണ്? ലാല ആണോ? സുരേന്ദ്രനാഥ് ബാനർജി. ബംഗാളി ബാനർജി. വന്ദേ മാതരം റായ് ആണ്. വന്ദേ മാതരം ലജ്പത് റായ് ആണ്. ബസാർ പത്രിക ഘോഷാണ്. ബസാർ കുമാർ ഘോഷ്. വോയിസ് ഓഫ് ഇന്ത്യ നവറോജിയാണ്. നെക്സ്റ്റ് വരുന്നത്, പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കേരള ജ്യോതിയുണ്ട്, കേരള രത്നമുണ്ട്, പ്രഭയുണ്ട്, ശ്രീയുണ്ട്. ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ കേരള രത്നമാണ് ഉൾപ്പെടാത്തത്. പത്മ പുരസ്കാരങ്ങളിൽ പെടാത്തത് കേരള രത്നമാണ്. ജ്യോതിയും പ്രഭയും ശ്രീയും പത്മ പുരസ്കാരങ്ങളിൽ പെടുന്നവയാണ്. ജ്യോതിയും പ്രഭയും ശ്രീയും പത്മ പുരസ്കാരങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഇവിടുത്തെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, പാമുലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? പാമുലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ മണിപ്പൂരാണ്. പാമുലു കൃഷി മണിപ്പൂരാണ്. നെക്സ്റ്റ് വൺ, മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയവാദങ്ങൾ
ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് നിന്നാണ് വീശുന്നത്. ഒന്നുകൂടി, മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയവാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. ഇത് തെറ്റ് ശരി എന്നാണ് നോക്കേണ്ടത്. നമുക്ക് ഇവിടുത്തെ ആൻസർ നമുക്ക് എന്താ പറയുക? 2 പ്രസ്താവനകളും ശരിയാണ്. 2 പ്രസ്താവനകളും ശരിയായിട്ടുള്ളവയാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഭൂവിനിയോഗത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ വിവരസാങ്കേതിക വിദ്യ അതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് അനുയോജ്യം? ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കുവാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ ഏത് അനുയോജ്യമായിട്ടുള്ളത്? ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓവർലേ വിശകലനം. ഓവർലേ വിശകലനമാണ് ഭൂവിവര സാങ്കേതിക വിദ്യയിൽ വരുന്നത്. ഭൂവിവര സാങ്കേതിക വിദ്യ ഏതാണ് വരുന്നത്? ഓവർലേ വിശകലനമാണ് വരിക. ഭൂവിവര സാങ്കേതിക വിദ്യകളും എന്താണത്? ഓവർലേ വിശകലനം. ഓവർലേ വിശകലനം. അടുത്തത്, രചനാദോബ് സ്ഥിതി ചെയ്യുന്നത്. രചനാദോബ് എവിടെയാണ് സ്ഥിതി ചെയ്യുക? ആൻസർ രവി ചിനാബ് നദികൾക്കിടയിലാണ്. രവി ചിനാബ് നദികൾക്കിടയിലാണ്. ഓപ്ഷൻ ബി, രചനാദോബ് രവി ചിനാബ് രചനാദോബ്. നെക്സ്റ്റ്, തപ്തി നദി. തപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? തപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? സൂററ്റാണ്. തപ്തി സൂററ്റാണ്. നെക്സ്റ്റ്, കൊങ്കൺ റെയിൽപാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം ഏതാണ്? കർബുഡയാണ്. കൊങ്കൺ റെയിൽപാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം കർബുഡെ ആണ്. നെക്സ്റ്റ്, ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി? ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി വന്നേക്കുന്നത്? ആരാണത്? PC മഹലനോബിസ്. 2ാം പഞ്ചവത്സര പദ്ധതി PC മഹലനോബിസ്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിൽ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത്? ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിപ്പിക്കുന്നത്? ഏതിലാണ്? ആൻസർ ചില്ലറ വില. ഉപഭോക്തൃ വില സൂചിക അപ്പോൾ ഇവിടെ അനുമാനിക്കാം നമുക്ക് ചില്ലറ വില ഈക്വൽ ടു ഉപഭോക്തൃ വില സൂചിക. നെക്സ്റ്റ്, സെൻസെക്സിന് എന്നത് ഡാഷിന് ഉപയോഗിക്കുന്ന വഴികാട്ടിയാണ്. സെൻസെക്സ് എന്നത് ഡാഷിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്. സെൻസെക്സ് എന്നത് ഏതിന് ഉപയോഗപ്രദമാണ്? നിക്ഷേപത്തിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്. സെൻസെക്സ് ഈക്വൽ ടു നിക്ഷേപം. സെൻസെക്സ് എന്താണ്? നിക്ഷേപത്തിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്. നെക്സ്റ്റ്, ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? ചെറുകിട വ്യവസായങ്ങളെപ്പറ്റി പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? കാർവേ കമ്മിറ്റി. ചെറുകിട വ്യവസായങ്ങൾ, കുടിൽ വ്യവസായം, ചെറുകിട വ്യവസായങ്ങൾ കാർവേ കമ്മിറ്റി. കുടിലോർക്കുമ്പോൾ കാർവേ കമ്മിറ്റി. ചെറുകിട വ്യവസായങ്ങൾ 1955 അല്ലേ? 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? കാർവേ കമ്മിറ്റി. ചെറുകിട വ്യവസായം 1955 ആണ് കാർവേ കമ്മിറ്റി. കുടിൽ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ കാർവേ നമുക്ക് കിട്ടും. നെക്സ്റ്റ് വൺ, WTO അല്ലേ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം? ആൻസർ എന്താണ് നമുക്ക് വരേണ്ടത്? 1995 ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. WTO 95. TO 95. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO 95 എന്ന് ഓർക്കാം. 1995 ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. 95. നെക്സ്റ്റ്, ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനം? ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളമാണ്. കേരളം. നെക്സ്റ്റ്, 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം? ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഈ വർഷം ഏതാണ്? അവിടെ 23 ആണ്. 2024 ക്വസ്റ്റ്യനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? 23 ചോദിച്ചിട്ടുണ്ട്. 23 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 111 ആണ്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 111
111 സ്ഥാനം. 111 ഇന്ത്യയുടെ സ്ഥാനം. താഴെ പറയുന്നവയിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാം? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാമാണ് കൊടുത്തേക്കുന്നത്? ഏതൊക്കെയാണത്? തുങ്കൻ കമ്മിറ്റി, അതുപോലെ ബൽവന്ത് റായ് കമ്മിറ്റി, ഒന്നുകൂടി അശോക് മേത്ത കമ്മിറ്റി. തുങ്കൻ, ബൽവന്ത് റായും അശോക് മേത്ത കമ്മിറ്റി. നമ്മൾ പഞ്ചായത്ത് രാജ് പഠിക്കുമ്പോൾ തന്നെ അത് എല്ലാം പഠിക്കുന്നുണ്ട് അല്ലേ? മൂന്നെണ്ണം നമുക്കറിയാവുന്നതാണ്. തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റിയാണ് പഞ്ചായത്ത് രാജ് സൈബറുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ വരിക. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ വരുന്നത് ഏത് ലിസ്റ്റിലാണ്? ഇല്ലേ, നമ്മൾ പഠിക്കുന്നുണ്ട് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കുറേ 3 ലിസ്റ്റ് പഠിക്കുന്നില്ലേ? അതിലേതിലാണ് സൈബർ നിയമങ്ങൾ വന്നിട്ടുള്ളത്? എവിടെയാണ് വന്നിട്ടുള്ളത്? ആൻസർ അവശിഷ്ട അധികാരങ്ങളിലാണ് സൈബർ നിയമങ്ങൾ വന്നേക്കുന്നത് അല്ലേ? ഇതിലാണ് വന്നേക്കുന്നത് അവശിഷ്ട അധികാരങ്ങളിലാണ് സൈബർ നിയമങ്ങൾ വരിക അല്ലേ? ഈ യൂണിയൻ ലിസ്റ്റിൽ, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് 3 ഉണ്ടെങ്കിൽ 3 ഡിവിഷനെ കുറേ ഉണ്ടല്ലേ? അതെപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. ഇവിടെ സൈബർ നിയമങ്ങൾ വന്നേക്കുന്നത് എങ്ങനെയാണ്? അവശിഷ്ട അധികാരങ്ങളിലാണ് സൈബർ നിയമങ്ങൾ വരുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? പാർലമെൻറ്റിലെയും നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഇന്ത്യയിൽ രാഷ്ട്രപതി തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക. പാർലമെൻറ്റ് പ്ലസ് നിയമസഭ ഈക്വൽ ടു രാഷ്ട്രപതി വരുന്നു. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ നിയമസഭാ സ്പീക്കറായിട്ടുള്ള വ്യക്തികൾ ആരെല്ലാം? താഴെ പറയുന്നവയിൽ നിയമസഭാ സ്പീക്കറായിട്ടുള്ള വ്യക്തികൾ ആരെല്ലാം? ഏതൊക്കെയാണ്? ഒന്നാമത്തത് വക്കം പുരുഷോത്തമനും, പിന്നെ ആരാണ് വരുന്നത്? നമുക്ക് പി ശ്രീരാമകൃഷ്ണനുമാണ് അല്ലേ? പരിചയമുള്ള പേരുകളാണ് നമുക്ക്. വക്കം പുരുഷോത്തമനും പി ശ്രീരാമകൃഷ്ണനുമാണ് എന്ത് വരിക? നിയമസഭാ സ്പീക്കറായിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കിയാൽ വക്കം പുരുഷോത്തമനും പി ശ്രീരാമകൃഷ്ണനും എന്താണ്? നിയമസഭാ സ്പീക്കറായിട്ടുള്ള വ്യക്തികളാണ് അല്ലേ? ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. നെക്സ്റ്റ് വരുന്നത്, പൗരത്വ നിയമം താഴെ ഉൾപ്പെടുത്തിയിട്ടുള്ളവയിൽ ഏത് പാർട്ടിലാണ്? പൗരത്വ നിയമം അല്ലേ, നമ്മൾ പഠിക്കുമ്പോൾ ഭരണഘടന 1, 2, 3, 4 അങ്ങനെ പഠിക്കുമ്പോൾ അതിലേത് പാർട്ടിലാണ് പൗരത്വ നിയമം വരിക അല്ലേ? എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനാണ്. ആൻസർ എന്താണ്? പാർട്ട് 2 ആണ് പൗരത്വം. പാർട്ട് 2, 5-11 അല്ലേ? പാർട്ട് 2. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? രാജ്യസഭ എന്ന് ഓർക്കുമ്പോൾ ഏതൊക്കെയാണ്? അതൊക്കെ വായിച്ച് നോക്കണം. നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് മാത്രം നോക്കി പോവാം. ഏതാ വരിക? 2, 3 ശരിയായത് അല്ലേ? അപ്പോൾ 3 വായിച്ചെങ്കിൽ മാത്രം നമുക്ക് 1 തെറ്റ് 2, 3 ശരിയെന്ന് എഴുതിയെടുക്കാൻ പറ്റുള്ളൂ, ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 3 നോക്കുമ്പോഴത്തേക്കിന് 2, 3 ശരി മീൻസ് ഏതൊക്കെ നോക്കാം. കേരളത്തിൽ 9 പേര് തിരഞ്ഞെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഇതിപ്പോൾ സ്ഥിരം ചോദിക്കുന്നില്ലേ? കേരളത്തിൽ നിന്ന് 9 പേരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആരൊക്കെയാണ്? വനിത ആരാണ്? PT ഉഷ അല്ലേ? അപ്പോൾ 2, 3 ഉണ്ട്. രാജ്യസഭയാണ് 9 പേർ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. ഈ ഇടയ്ക്ക് നടന്ന എന്താണത്? വനിത ആരാണ്? PT ഉഷ. കായിക മേഖലയിൽ നിന്നുള്ളത് PT ഉഷ. നെക്സ്റ്റ് വരുന്നത് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അതുപോട്ടെ. നെക്സ്റ്റ്, പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3 പൊതുഭരണ ബന്ധപ്പെട്ട ശരിയ പ്രസ്താവന. പൊതുഭരണം ബന്ധപ്പെട്ട ശരിയ പ്രസ്താവന 1, 3 ഒന്നാമത്തത്, പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. പിന്നെ, ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഈ ഏമ്പക്കവും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്, സോറി. ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഒന്നുകൂടി, പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നതാണ്.
നെക്സ്റ്റ് 28ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി എബോ, 1, 2, 3 ശരിയാണ്. നമുക്ക് നോക്കാം. സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിൻ്റെ ഭാഗമാണ്. സെയിൽ ടാക്സ് ഓഫീസർ, സെയിൽസ് വിൽപ്പന, സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിൻ്റെ ഭാഗമാണ്. പിന്നെ സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇത് മൂന്നും എന്താണ്? സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒന്നുകൂടി പറയാം. സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിൻ്റെ ഭാഗമാണ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇനി അടുത്ത എന്താണ്? സംസ്ഥാന വിജിലൻസ് കമ്മീഷന് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? വിജിലൻസ് കമ്മീഷൻ, അതിന് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ 1ഉം 2ഉം. ഒന്നെന്ന് പറയുമ്പോൾ 1 സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. നമുക്ക് എഴുതാം, ഈസിയായി എഴുതാൻ പറ്റും. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. പിന്നുള്ളത് 3ാമത്തതാണ്. വിജിലൻസ് കമ്മീഷൻ്റെ തലവൻ വിജിലൻസ് കമ്മീഷണറാണ്. അപ്പോൾ ഇവിടെ സംസ്ഥാന വിജിലൻസ് കമ്മീഷനെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 3 പ്രസ്താവനകളും വായിച്ച ശേഷം നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. സംസ്ഥാന ഏതൊക്കെ വരുന്നുണ്ട്? 1ഉം 3ഉം വരുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകൾ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. പിന്നെ അതിൻ്റെ തലവൻ ആരാണ്? വിജിലൻസ് കമ്മീഷണറാണ്. ഓക്കെ, അടുത്തത് കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? കേന്ദ്ര സർവീസ് ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി 2ഉം 3ഉമാണ്. രണ്ടാമത്തത് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. കേന്ദ്ര സർവീസ് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. കേന്ദ്ര സർവീസ് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. പിന്നുള്ളതോ ഇന്ത്യൻ റെയിൽവേ സർവീസ് ഉദാഹരണമാണ്. ഇന്ത്യൻ റെയിൽവേ സർവീസ് ഇതിന് ഉദാഹരണമാണ്. ഇന്ത്യൻ റെയിൽവേ സർവീസ് ഇതിന് ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? അക്ഷയ കേന്ദ്രം എല്ലാം ശരിയാണ്. ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നത് ഇതിൻ്റെ ലക്ഷ്യമാണ്. പിന്നെ ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇതിൻ്റെ പ്രവർത്തനം. അടുത്തത് ഈ ഗവേൺസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംരംഭമാണിത്. 1, ജനങ്ങളെ ഈ സാക്ഷരരാക്കുക, ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഈ ഗവേൺസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംവിധാനം അക്ഷയ സെൻറ്റർ തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് വിവരാവകാശ കമ്മീഷനെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? വിവരാവകാശ കമ്മീഷനെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഏതൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്. 2ാമത്തതും 3ാമത്തതും വിവരാവകാശ കമ്മീഷൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ നോക്കാം എന്താണുള്ളത്. ശരിയായ പ്രസ്താവന വിവരാവകാശ കമ്മീഷൻ്റെത്. കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാവുന്ന ഫാക്റ്റാണ്. കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം കൊടുത്തിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കമ്മീഷൻ്റെ അധിപൻ. മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കമ്മീഷൻ്റെ അധിപൻ. ഓർക്ക് ഇതൊരു മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നെക്സ്റ്റ് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 33 ആണ്. ആൻസർ ഓപ്ഷൻ സി. എല്ലാം ശരിയായ പ്രസ്താവനയാണ്. നോക്കാം. അതായത് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപം കൊടുത്ത പ്രസ്ഥാനമാണ്. സ്ഥാപനം ഏതാണ്? ലോക്പാൽ. അഴിമതി തടയുക, ലോക്പാൽ. പിന്നെ സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം കൊടുത്ത സ്ഥാപനമാണ് ലോകായുക്ത. പരിശോധിക്കുന്നതിന് കൊടുത്താണ് എന്ത്? ലോകായുക്ത. ഓക്കെ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുകയാണ് ഇവയുടെ ധർമ്മം. ഓക്കെ, അടുത്തത് ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനത്തെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? നമ്മുടെ ബോഡിയുടെ സന്തുലിതാവസ്ഥ തുലനാവസ്ഥ നിലനിർത്തുകയും അസുഖമില്ലാത്ത അവസ്ഥ
പേശികളുടെ ചലനത്തെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. സന്തുലിതാവസ്ഥ, ബാലൻസ് അല്ലേ, അസുഖമില്ലാത്ത അവസ്ഥയല്ല, ബാലൻസ് ആണ്. ഇപ്പോൾ സെറിബെല്ലം വരുമ്പോഴാണ് നമുക്കൊന്നുകൂടെ കറക്റ്റായി വന്നെനിക്ക്. സന്തുലിതാവസ്ഥ മീൻസ് ബാലൻസ് അല്ലേ. അത് മദ്യപിച്ച് ഉള്ള ആളുകൾക്ക് ഏറ്റവും ബാധിക്കുന്ന എവിടെയാണ്? സെറിബെല്ലത്തിലാണ്. സോ അവരുടെ കൺട്രോൾ നഷ്ടപ്പെടുന്നു അല്ലേ, ഓടി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത്, അവർ നിൽക്കാനൊക്കാത്ത അവസ്ഥ വരുന്നതും സെറിബെല്ലത്തെ മദ്യം ഏറ്റവും അധികം ബാധിക്കുന്നുണ്ടാണ്. അപ്പോൾ സന്തുലിതാവസ്ഥ, നിൽക്കാനുള്ള അവസ്ഥ അല്ലേ, സന്തുലിതാവസ്ഥ, നിൽക്കുക. അപ്പോൾ ബോഡി ബാലൻസ്. ആൻസർ സെറിബെല്ലമാണ് അല്ലേ. നമ്മുടെ സെറിബ്രം എന്ന് പറയുമ്പോൾ എന്താണ്? സെറിബ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിലെ ഏറ്റവും ലാർജ് ഭാഗം, ഏറ്റവും ഭൂരിഭാഗം വരുന്നതും സെറിബ്രമാണ്. നമ്മുടെ ഓർമ്മ, കേൾവി, കാഴ്ചശക്തിയൊക്കെ നിയന്ത്രിക്കുന്ന വലിയ ഭാഗം, ബുദ്ധി കേന്ദ്രവും ഏത് തന്നെയാണ്? സെറിബ്രമാണ് അല്ലേ. ബുദ്ധി കേന്ദ്രം കേൾവിക്കും കാഴ്ചയ്ക്കും ഓർമ്മയ്ക്കും ഒക്കെ ഏറ്റവും കൂടുതൽ ഭാഗം വരുന്നത് സെറിബ്രം, ലാർജ് ഭാഗം വരുന്നത് സെറിബ്രമാണ് അല്ലേ. മെഡുല്ല ഒബ്ലോംഗേറ്റ താഴേക്കുള്ള ഭാഗം, കുഞ്ഞു ഭാഗം, താഴേക്ക് വരുന്ന കഴുത്തിലോട്ട് പുറയിട്ടിറങ്ങത്തില്ലേ, ആ കുഞ്ഞു മെഡുല്ല ഒബ്ലോംഗേറ്റ. പക്ഷേ ഇടയ്ക്കൊരു കണക്ഷനുണ്ട്. ഈ ഒരു ഭാഗവും ഇവിടവും താഴെ ഒരു കണക്ഷനുണ്ട് അല്ലേ. മെഡുല്ല ഒബ്ലോംഗേറ്റ ഇങ്ങനെ വന്നാൽ കണക്ഷനുണ്ട്. അപ്പോൾ നമ്മുടെ മെഡുല്ല ഒബ്ലോംഗേറ്റ തട്ടിപ്പോകുമെന്ന് പറയില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു കുഞ്ഞു കണക്ഷൻ, ഒരു ഡിസ്കിൻ്റെ കണക്ഷൻ, ചെറിയൊരു എല്ലിൻ്റെ കണക്ഷൻ, ചെറിയൊരു ഒരു എന്താ പറയുക, മാംസം എന്ന് പറയില്ലേ, അതിൻ്റെ കണക്ഷനുണ്ട്. ആ കണക്ഷൻ വിട്ടു പോകുമ്പോഴാണ് ഈ ഭാഗം ഇങ്ങനെ ഇരിക്കുന്നു, ഇതിനിടയ്ക്ക് വേറൊരു ഭാഗം, ഇതിൻ്റെ ഇടയ്ക്കൊരു കണക്ഷനുണ്ട്. ആ ഭാഗം വിട്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ലാർജാണ് ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് മെഡുല്ല ഒബ്ലോംഗേറ്റ. അപ്പോൾ ഇവിടുത്തെ ഭാഗം വിട്ടു പോകുമ്പോൾ നമ്മൾ തൂങ്ങത്തില്ല, സൂയിസൈഡ് ചെയ്യുന്നവരിൽ ഈ തലയുടെ വരുമ്പോൾ ഈ ഭാഗം അല്ലേ, തലയുടെ നമ്മുടെ കഴുത്ത് താടിയിലിൻ്റെ ഭാഗം വരുമ്പോൾ ഈ മെഡുല്ല ഒബ്ലോംഗേറ്റയും ഇതുമായുള്ള കണക്ഷൻ വിട്ടുപോകുന്ന അങ്ങനെയാണ് പെട്ടെന്ന് മരണം സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതയുണ്ട് അവിടെ. ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുന്ന മെഡുല്ല ഒബ്ലോംഗേറ്റയുടെ കേന്ദ്രമല്ലേ, അതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം. അപ്പം ഈ ഭാഗവും തമ്മിലുള്ള കണക്ഷൻ വിട്ട് പെട്ടെന്ന് പോകുന്നു, ശ്വസനം നിലയ്ക്കുകയും ചെയ്യുന്നു. അതാണ് സൂയിസൈഡിൻ്റെ കാര്യം. അപ്പോൾ മെഡുല്ല ഒബ്ലോംഗേറ്റ അതുമായി കണക്ട് ചെയ്ത കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണ്ണയം ബന്ധപ്പെട്ടിരിക്കുന്നു? വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണ്ണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് രോഗം നിയന്ത്രിക്കാനാണ് വൈഡൽ ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണത്? ടൈഫോയിഡാണ് വൈഡൽ ടെസ്റ്റ്. നെക്സ്റ്റ്, ശരീരത്തിന് ആവശ്യമായ ഊർജ്ജത്തിൻ്റെ പ്രാഥമിക ഉറവിടം ഏതാണ്? ഊർജ്ജത്തിൻ്റെ പ്രാഥമിക ഉറവിടം ഏതാണ്? കാർബോഹൈഡ്രേറ്റാണ്. എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ പറയുക, നമ്മുടെ ഗ്ലൂക്കോസ് അല്ലേ, ഗ്ലൂക്കോസ് ഫ്രക്ടോസ് അല്ലേ, കാലക്ടോസ് അങ്ങനെ വരുന്ന സംഭവങ്ങൾ, അതാണ് അങ്ങനെ വരുന്നതാണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് ഊർജ്ജം ATP നമുക്ക് വിഘടിച്ചെടുക്കാൻ പറ്റും അല്ലേ. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്കതിനെ വിഘടിപ്പിച്ച് എന്താക്കണം, ഫാറ്റി ആസിഡ്സൊക്കെ ഗ്ലിസറോളൊക്കെ മാറ്റണം. പിന്നെ അവിടെ നിന്ന് എനർജി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ലിപ്പിഡ്സും അത് തന്നെ, ജീവകങ്ങളും ധാതുക്കളും അത് തന്നെ. പക്ഷേ ഇവിടെ നമുക്ക് വേഗത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എനർജി ദായക മോളിക്യൂൾസ്, എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് അല്ലേ. ഇവിടെ സിമ്പിൾ മോളിക്യൂൾസായ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് വേഗം അതിനെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബോഡിക്ക് ശരീരത്തിൽ നമുക്ക് വേഗം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, പ്രാഥമിക ഉറവിടം ആര് തന്നെയാണ്? കാർബോഹൈഡ്രേറ്റ്. പക്ഷേങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യപ്പെടുന്നത് എങ്ങനെയായിട്ട് ചെയ്യപ്പെടും? പ്രോട്ടീൻസായിട്ടും ലിപ്പിഡ്സായിട്ടും സ്റ്റോർ ചെയ്ത് ബാക്കി മാറ്റപ്പെടും. സ്റ്റോർ ചെയ്യുക, ഈ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഗ്ലൈക്കോജനായിട്ട് സംഭരിക്കും. പക്ഷേങ്കിൽ ഈ ലിപ്പിഡ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും. ലിപ്പിഡ് ബോഡിയിലുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അവിടുന്ന് അതിനെ വിഘടിപ്പിച്ച് നമുക്ക് ഊർജ്ജത്തിന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് വളരെയധികം സമയം ആവശ്യമുണ്ട്. പക്ഷേങ്കിൽ പെട്ടെന്ന് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ, കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ വേഗം എനർജി കിട്ടുന്നു അല്ലേ. എന്നാൽ എണ്ണയ്ക്കകത്തൂടെ നമുക്ക് അത്രയും അധികം അത് സംഭരിക്കപ്പെടുക ചെയ്യുന്നത്. നെക്സ്റ്റ്, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിരുന്നു? കാർബോഹൈഡ്രേറ്റ്, ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഇൻസുലിൻ ഹോർമോണ് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1ഉം 3ഉം ശരിയാണ്. ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് സ്രവിക്കുന്നത്. പിന്നെ ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമായിത്തീരുന്നു. പാൻക്രിയാസ് ഗ്രന്ഥിയൊക്കെ നമുക്കറിയാവുന്നതാണ്. നെക്സ്റ്റ് വരെ നോക്കാം. തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, മീഥൈൽ, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്. ഇതിൽ ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏതാണ്? ഓക്സിജനാണ് അല്ലേ. നെക്സ്റ്റ്,
ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഇവിടെ ജീവകം എ സുറഫ്താൽമിയ ഉണ്ട്, ഡി റിക്കറ്റ്സ് ഉണ്ട്, B1 പെല്ലാഗ്രിയ ഉണ്ട്, സി സ്കാർവി ഉണ്ട്. ഇതിൽ തെറ്റായ ജോഡി ഏതൊക്കെയാണ്? തെറ്റായ ജോഡി ഏതാണ് കൊടുത്തേക്കുന്നത്? B1 അല്ലേ, പെല്ലാഗ്രിയാണ് കൊടുത്തേക്കുന്നത്. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ. ഇവിടെ ജീവകം എ സുറഫ്താൽമിയ നമുക്ക് അറിയാം, ജീവകം എ ഉണ്ട്, ഡി റിക്കറ്റ്സ് ഉണ്ട്, സുറഫ്താൽമിയ കണ്ണ് കാണാത്ത അവസ്ഥയുണ്ട്, റിക്കറ്റ്സിലെ കൈയും കാലും വളഞ്ഞിരിക്കുന്ന അവസ്ഥ റിക്കറ്റ്സ് ഉണ്ട്. സ്കാർവി ജീവകം സി സ്കാർവി എന്ന് പറയുമ്പോൾ അത് മോണയിൽ നിന്ന് അല്ലേ ബ്ലഡ് വരുന്ന അവസ്ഥ സ്കാർവി. അപ്പം ജീവകം എന്ന് പറയുമ്പോൾ എയും ബിയും അല്ലേ, അടക്ക് ADEK അടക്കെന്ന് പറയുമ്പോഴത് കൊഴുപ്പിൽ ലയിക്കുന്നവയും, നെക്സ്റ്റ് ബി ആൻഡ് സി എന്താണ്? ജലത്തിൽ ലയിക്കുന്നവയും ഉണ്ടല്ലോ, അറിയാം. അടക്കെന്ന് പറയുമ്പോൾ ADEK അത് കൊഴുപ്പിൽ ലയിക്കുന്നവയും, ബിയും സി അത് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളും ധാതുക്കൾ ഇല്ല. വിറ്റാമിൻ എന്ന് പറയുമ്പോൾ ജീവകങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ജീവകം B1 പെല്ലാഗ്രിയ ചേരുന്നതല്ല. നെക്സ്റ്റ് B1 എന്താണ്? ബെറിബറി അല്ലേ, അസുഖം ഉണ്ടാക്കുക. നെക്സ്റ്റ് വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു ഏതാണത്? വൈറസാണ്. വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായത് വൈറസാണ്. ഇവിടെ പനി എന്ന് പറയുമ്പോൾ തന്നെ വൈറൽ പനി ആയിരിക്കാമല്ലോ, വരില്ല, അങ്ങനെ ഓർത്താലും മതി. നെക്സ്റ്റ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഏത് പദ്ധതിയാണത്? ആർദ്രം പദ്ധതി അല്ലേ. ജനസൗഹാർദ്ദ ആശുപത്രി പരിശോധിക്കുക ഉണ്ടോ, ജനസൗഹാർദ്ദമായ ആശുപത്രി സൃഷ്ടിക്കുക, അതാണ് ആർദ്രം പദ്ധതി. ജനസൗഹാർദ്ദ ഹോസ്പിറ്റലുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യം. നെക്സ്റ്റ് ഒരാൾ എയിൽ നിന്ന് പുറപ്പെട്ട് 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ശേഷം വലത്തേക്ക് ലംബമായി തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് ബിയിലെത്തുന്നു. എയിൽ നിന്നും ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്താണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 5 കിലോമീറ്റർ. അടുത്തത് ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കാം. തലപ്പറഞ്ഞവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തെറ്റായ പ്രസ്താവന എന്ന് പറയുമ്പോൾ എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം തെറ്റായ പ്രസ്താവനയാണ്. ചോദ്യം ഒന്നുകൂടി, നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുക. അവിടെ 2ഉം തെറ്റായ പ്രസ്താവന, നമുക്ക് ശരി മാത്രം നോക്കി വയ്ക്കാം. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിരുദ്ധവുമായിരിക്കും. ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിന് എന്തൊക്കെ സംഭവിക്കാം? അതിൻ്റെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവുമായിരിക്കും അല്ലേ. വന്ന് പതിക്കുന്ന അതേ വേഗത്തിൽ അത് തിരിച്ചു പോവുകയും ചെയ്യും, അതാണ് തുല്യവും വിപരീതവുമായിരിക്കും. നെക്സ്റ്റ് വരുന്നത് പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തതാണ്. പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ആൻസർ എന്താണ്? ആൻസർ കിലോ വാട്ട് അവർ അല്ലേ. അപ്പോൾ വാട്ട്, ഹോഴ്സ് പവർ, HP, ജൂൾ പെർ സെക്കൻഡ് പവറിൻ്റെ യൂണിറ്റാണ് അല്ലേ. ജൂൾ പെർ സെക്കൻഡ്, വാട്ട്, ഹോഴ്സ് പവർ. ജൂൾ പെർ സെക്കൻഡ്, വാട്ട്, ഹോഴ്സ് പവർ പവറിൻ്റെ യൂണിറ്റാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? കിലോ വാട്ട് അവർ. അപ്പോൾ വാട്ടും ഹോഴ്സ് പവറും ജൂൾ പെർ സെക്കൻഡും പവറിൻ്റെ യൂണിറ്റ് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നാസ-ജിയോസ് അല്ലേ, നാസ-ജിയോസ് യു ഉപഗ്രഹത്തിൻ്റെ പ്രധാന ദൗത്യം. ബാക്കി നമ്മുടെ അവരൊക്കെ കഴിഞ്ഞു അല്ലേ, ആദ്യത്തിനുമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഇതാണ്. നാസ-ജിയോസ് യു ഉപഗ്രഹത്തിൻ്റെ പ്രധാന ദൗത്യം എന്താണ്? പ്രധാന ദൗത്യം എന്തായിരുന്നു? പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുടെ പര്യവേഷണം. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുടെ പര്യവേഷണമാണ്. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ, നാസ ജോഗ്രഫി ജി അല്ലേ, കാലാവസ്ഥ, പരിസ്ഥിതി, എക്കോസിസ്റ്റം, പരിസ്ഥിതി എന്നിവയുടെ പര്യവേഷണം. അപ്പോൾ ജി ജോഗ്രഫി, കാലാവസ്ഥ, പരിസ്ഥിതി, എക്കോസിസ്റ്റം, അതിൻ്റെ സി ഇ വെക്കാം അല്ലേ, എക്കോസിസ്റ്റം ഇ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പര്യവേഷണമാണ് നാസ-ജിയോസ് അല്ലേ അത് നടത്തിയിരിക്കുന്നത്. പടിഞ്ഞാറ് അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ പരിസ്ഥിതിയുമാണ് നാസ-ജിയോസ്. ഓക്കെ, ഇനിയുള്ളത് കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ ഏതെല്ലാം? ഡീസൽ അധിഷ്ഠിതമാണ്. ഡീസൽ അധിഷ്ഠിതമായ താപവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണ്? ഏതാണ്? ബ്രഹ്മപുരവുമുണ്ട്, കോഴിക്കോടുമുണ്ട്. ബ്രഹ്മപുരമുണ്ട്,
കോഴിക്കോട് അല്ലേ. കായംകുളം നാഫ്തയാണ്. ഡീസൽ വരുന്നത് ബ്രഹ്മപുരം ആൻഡ് കോഴിക്കോട്. നെക്സ്റ്റ്, തന്നിരിക്കുന്നവയിൽ ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത്? ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത് ഏതാണ്? ബാബിറ്റ് മെറ്റൽ എന്നിവയിൽ അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഏതാണത്? ആൻസർ ആൻറ്റിമണിയാണ്. ബാബിറ്റ് മെറ്റൽ ആരാണ്? ആൻറ്റിമണിയാണ്. ഓപ്ഷൻ ബി ആണ്, ആൻറ്റിമണിയാണ്. ബാബിറ്റ് മെറ്റൽ ആൻറ്റിയാണ്, ബാബിറ്റ് ആൻറ്റിമണി. ബാബിറ്റ് മെറ്റൽ ആൻറ്റിമണി, മെറ്റലിൻ്റെ ആൻറ്റി അല്ല ആൻറ്റി, ബാബിറ്റ് ആൻറ്റി, ബാബിറ്റ് മെറ്റൽ ആൻറ്റിമണി. നെക്സ്റ്റ്, റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് ഏതാണ്? റീഗൽ വാട്ടർ ഏതാണ്? റീഗൽ വാട്ടർ എന്ന് പറയുന്നത് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. റീഗൽ വാട്ടർ ഈക്വൽ ടു നൈട്രിക് ആസിഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ. നൈട്രിക് ആസിഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എന്ത്? റീഗൽ വാട്ടർ. നൈട്രിക് ആസിഡ് ആൻഡ് N+HCl അല്ലേ. N+HCl ആണ് റീഗൽ വാട്ടർ, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ. നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്നാണ് എന്താ റീഗൽ വാട്ടർ എന്നറിയപ്പെടുക. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ഓസ്മിയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത്? ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് എവിടെയാണ്? ഹൈദരാബാദാണ്. ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് ഹൈദരാബാദാണ്. അടുത്തത്, ലോക ശാസ്ത്ര ദിനം ആചരിക്കുന്ന എന്നാണ്? ലോകശാസ്ത്ര ദിനം ആചരിക്കുന്ന നവംബർ 10. ലോകശാസ്ത്ര ദിനം കേട്ടോ, ലോകശാസ്ത്ര ദിനമാണ്, തെറ്റിപ്പോകണ്ട. നെക്സ്റ്റ്, കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുഖനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുഖനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണത്? ജോസഫ് മുണ്ടശ്ശേരി. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുഖനക്ഷത്രം, ജോസഫ് മുണ്ടശ്ശേരി. നെക്സ്റ്റ് വൺ, കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ഈ വരികൾ ആരെഴുതിയതാണ്? കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ഈ വരികൾ ആരെഴുതിയതാണ്? ആൻസർ എന്താണത്? ഇടശ്ശേരിയാണ്. ആൻസർ ഇടശ്ശേരിയാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണ്? ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണ്? ആൻസർ സുനിൽ ഛേത്രിയാണ്. നെക്സ്റ്റ്, ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ ഏതാണ്? ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ ഏതാണ്? ഇന്ദുലേഖ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? SK വസന്തൻ. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം. ഇതാരുടെ വാക്കുകളാണ്? ഇതാരാണ് നിളയെക്കുറിച്ച് പറഞ്ഞത്? നിളയെക്കുറിച്ച് പറഞ്ഞത് ആരായിരിക്കും? MT വാസുദേവൻ നായരാണ്. നെക്സ്റ്റ്, മട്ടന്നൂർ ശങ്കരൻകുട്ടി താഴെ പറയുന്നവയിൽ ഏത് വാദ്യോപകരണത്തെ ബന്ധപ്പെട്ടിരിക്കുന്നു? മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ട. മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ട. താഴെ പറയുന്നവയിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി അല്ലേ? വോളറ്റൈൽ മെമ്മറി ഏതാണത്? റാം ആണ് വോളറ്റൈൽ മെമ്മറിയാണ്. നെക്സ്റ്റ്, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൻ്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൻ്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ആൻസർ സംഖ്യാ ഡേറ്റയും കണക്കുകൂട്ടലുകളും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. സ്പ്രെഡ്ഷീറ്റ് അല്ലേ? സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ കോളം ഈ എക്സലിൽ വരുന്നതല്ലേ. സംഖ്യാ ഡേറ്റയും കണക്കുകൂട്ടലുകളും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതാണ് സ്പ്രെഡ്ഷീറ്റ് ഡേറ്റ. നെക്സ്റ്റ്, സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിൻ്റെ പുതിയ പേര് എന്താണ്? മെറ്റ അല്ലേ? എല്ലാവർക്കും അറിയായിരിക്കും. നെക്സ്റ്റ്, ഇനി പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ് ഡേറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ
കൈമാറുന്നത് ഏതാണ്? റൂട്ടറാണ്. ഡേറ്റ പാക്കറ്റിൻ്റെ രൂപത്തിൽ കൈമാറുന്നത് എന്താണ്? റൂട്ടർ എന്നാണ് പറയുക, റൂട്ടർ. നെക്സ്റ്റ് വരുന്നത്, ഏത് മാൽവെയറാണ് അതിൻ്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? ഏത് മാൽവെയറാണ് അതിൻ്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? റാൻസം വെയർ. ഗാർഹിക പീഡന നിയമപ്രകാരം താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഇവിടെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്നാമത്താണ് ശരിയില്ലാത്തത്. മകൾക്ക് രണ്ടാനമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കി മൂന്നും ശരിയായ പ്രസ്താവനകളാണ്. ഗാർഹിക പീഡനം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? വിവാഹിതരായ സ്ത്രീകൾക്ക് ഭർത്തൃമാതാവിനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. സഹോദരിക്ക് സഹോദരനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. മകൾക്ക് അച്ഛനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 93. ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ എന്താണ്? ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതീവ ഗുരുതരം, അതായത് മിനിമം 7 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. മിനിമം 7 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം. മിനിമം 7 വർഷപ്രകാരം, വർഷമെങ്കിലും ശിക്ഷ ലഭിക്കും. നെക്സ്റ്റ്, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പിഴ എത്രയാണ്? തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ കിട്ടാവുന്ന പിഴ എത്രയാണ്? എത്ര പിഴ കിട്ടാം? 10 ലക്ഷം രൂപ വരെ കിട്ടാം. 10 ലക്ഷം രൂപ വരെ കിട്ടാം. നെക്സ്റ്റ്, വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതാണെങ്കിൽ ഉത്തരം ലഭ്യമാക്കുന്ന പ്രായപരിധി വ്യക്തി സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ ഉത്തരം എപ്പോൾ കൊടുക്കേണ്ടി വരും എന്നാണ് ചോദ്യം. എപ്പോഴാണ്? 48 മണിക്കൂർ. വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണെങ്കിൽ 48 അവേഴ്സിനകം നമ്മൾ മറുപടി കൊടുക്കണം. നമ്മൾ മീൻസ് വിവരാവകാശ നിയമപ്രകാരം മറുപടി കൊടുക്കണം. നെക്സ്റ്റ്, ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ അല്ലേ? ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? രേഖ ശർമ്മ. നെക്സ്റ്റ്, വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമം ഏതാണ്? ഗാർഹിക പീഡന നിയമം. ഗാർഹിക പീഡന നിയമം. ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കാം. വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമം. നെക്സ്റ്റ്, എക്സിൻ്റെ 15% എന്നത് വൈയുടെ 20% തുല്യമായാൽ x/y എത്ര ആൻസേഴ്സ് വായിച്ചു പോകാം. x/y എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 4:3 ആണ്. നെക്സ്റ്റ്, ഒരു ക്ലാസ്സിലെ 10 കുട്ടികൾ പരസ്പരം ഹസ്തദാനം നൽകിയാൽ ആകെ ഹസ്തദാനം നടക്കുന്ന എത്രയായിരിക്കും? 10 കുട്ടികൾ കൊടുക്കുമ്പോൾ ആകെ എത്ര ഹസ്തദാനങ്ങൾ ഉണ്ടാവുന്നത്? 45. നെക്സ്റ്റ്, 4701 ഏത് സംഖ്യ കൂട്ടിയാൽ തൊട്ടടുത്തുള്ള പൂർണ്ണവർഗം ആകുന്നു? 60. നെക്സ്റ്റ്, 74ാമത്തെ ക്വസ്റ്റ്യൻ. 4 × 5 + 14 + 8 - 36 / 9 എത്രയാണ്? ആൻസർ 38. 1 മുതൽ 50 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എത്രയായിരിക്കും? 1275 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 15 പോസ്റ്റ് കാർഡിൻ്റെ വില 2.25 രൂപയാണെങ്കിൽ 36 പോസ്റ്റ് കാർഡിൻ്റെ വില എത്രയായിരിക്കും? 76ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 5:4. നെക്സ്റ്റ്, 77 എന്ന് പറയുമ്പോൾ ബി ആണ്. 1.7 × 0.0028 / 0.068 × 0.014ൻ്റെ ആൻസർ ലഘൂകരിച്ച് കിട്ടുമ്പോൾ 5 ആണ് ആൻസർ. വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നാണ്. AYINBWLM. നെക്സ്റ്റ്, അതിൻ്റെ ആൻസർ വരുന്ന ഭാഗം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, GSRK അല്ലേ? ലെറ്റേഴ്സ് ഒക്കെ എഴുതി നോക്കണം. ഒറ്റയാൻ ആരാണ്? 2 3 5 7 8 11 13. 2 3 5 7
8, 11, 13. ഇതിൻ്റെ ഒറ്റയാൻ ആരാണ്? ഒരു മിനിറ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണിത്. 8 ആണ്. ഒറ്റയാൻ 8 ആയിട്ട് വരും. 8 ആണ്. ഓക്കെ, കിട്ടും. 10, 7, 4 എന്ന ശ്രേണിയിലെ 25-ാം പദം എത്രയാണ്? 10, 7, 4 എന്നതിലെ 25-ാമത്തെ പദം എത്രയാണ്? ആൻസർ -62. നെക്സ്റ്റ് വരുന്നത് മിസ്റ്റർ ഗോപാൽ accompanied by his 2 managers dash leaving for London. Mr. Gopal accompanied by his 2 managers dash leaving for London. Two managers is leaving. 2 managers is leaving for London. Is ആണ് അവിടെ വരുന്നത്. നെക്സ്റ്റ്, if you work with confidence you dash. If you work with confidence, ഈഫിൻ്റെ പ്രയോഗം. ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ്, വർക്ക് വിത്ത് അല്ലേ വരുമ്പോൾ ഏത് വരുന്നു അപ്പുറത്ത്? ഈ വിത്ത് കോൺഫിഡൻസ് യു ഡാഷ്. സക്സീഡ് ആണോ? ഏതാണ് ആൻസർ? ആൻസർ വിൽ സക്സീഡ്. ഈഫ് വരുമ്പോൾ അപ്പുറത്തെ സെക്ഷനിൽ വിൽ സക്സീഡ് ആണ് വന്നേക്കുന്നത്. വർക്കും കൂടി വന്നോർക്കുക. വിൽ സക്സീഡ്. നെക്സ്റ്റ്, റിച്ചാർഡ് റിഫ്യൂസ്ഡ് ടു അക്സെപ്റ്റ് ദ ഫ്രീ റൈഡ് ബിക്കോസ് ഹി വാസ് ഡാഷ് ഓണറബിൾ മാൻ. ആൻഡ് he was an honorable man. Next, the registrar of university said that the students dash earn 85% attendance to be eligible to appear for the examination. Answer should earn 85%. Option A ആണ്. They hardly remember anything dash. Hardly ഒക്കെ നോട്ടാണ് അല്ലേ. They hardly remember anything dash. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പോൾ അവിടുത്തെ ആൻസർ എത്ര വരിക? ഡു ദേ ആണ് അവിടുത്തെ ആൻസർ. ഇത് ഹാർഡ്ലി നോട്ടാണ്, ഓർക്കണം. ഡു ദേ. നെക്സ്റ്റ്, ആസ് ലിറ്റിൽ ആൽബർട്ട് കുഡ് നോട്ട് ഡാഷ് ഹിസ് നാഗിങ് ഗ്രാൻഡ് മദർ ഹി ഡിസൈഡഡ് ടു ലീവ് ഹോം. പുട്ട് അവേ, പുട്ട് അപ്പ് വിത്ത്, പുട്ട് ഓഫ്, പുട്ട് ഇൻ. ആസ് ലിറ്റിൽ ആൽബർട്ട് കുഡ് നോട്ട് ഡാഷ്, കഴിയില്ല. ഹിസ് നാഗിങ് ഗ്രാൻഡ് മദർ ഹി ഡിസൈഡഡ് ടു ലീവ് ഹോം. അല്ലേ, അവൻ്റെ ആ ഗ്രാൻഡ് മദറിനെ സഹിക്കാൻ കഴിയില്ല എന്ന് വേണം പറയാം അല്ലേ. അതുകൊണ്ട് അവൻ ലീവ് ഹോം, വീട് വിടാൻ തീരുമാനിച്ചു അല്ലേ. ആൻസർ എന്താ വരിക? പുട്ട് അപ്പ് വിത്ത്. നെക്സ്റ്റ്, ഇഫ് യുവർ ടീം ഡാഷ് അഗെയിൻ യു വിൽ ബി ഔട്ട് ഓഫ് ദി കോമ്പറ്റീഷൻ. ഇഫ് യുവർ ടീം ഡാഷ് അഗെയിൻ യു വിൽ ബി ഔട്ട് ഓഫ് ദി കോമ്പറ്റീഷൻ. നിങ്ങളുടെ ടീം ഇതാണെങ്കിൽ നിങ്ങൾ കോമ്പറ്റീഷനിൽ നിന്ന് ഔട്ടാവും. യു വിൽ ബി ഔട്ട് ഓഫ് ദി കോമ്പറ്റീഷൻ. ആ കോമ്പറ്റീഷൻ നിങ്ങൾ ഔട്ടായി പോകും എന്നുള്ളതാണ്. ഇഫ് യുവർ ടീം എന്താ വരിക? ഇഫ് യുവർ ടീം ലോസ് അഗെയിൻ, ഇഫ് യുവർ ടീം ലോസ് അഗെയിൻ യു വിൽ ബി ഔട്ട് ഓഫ് ദി കോമ്പറ്റീഷൻ. ഇനി പിക്ക് ഔട്ട് ദി ആൻറ്റോണിം ഓഫ് ദി വേർഡ് ക്ലിയർ ഫ്രം ദി ഫോളോയിങ്. ക്ലിയറിൻ്റെ ആൻറ്റോണിം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ഇതാണ് മർക്കി. നെക്സ്റ്റ്, ദി സ്റ്റുഡൻസ് ഫൗണ്ട് ദ പ്രോജക്റ്റ് to be dash because it was very easy. Answer, the piece of cake. Project to be a piece of cake. Substitute the underlined phrase with any one of the following word. Hitler believed himself to be all powerful. അല്ലേ, all powerful underlined വേർഡിൻ്റെ പകരം പദം എഴുതാൻ all powerfulൻ്റെ ഒരു പകരം പദം താഴ്ത്തുന്നിരിക്കുന്നതിൽ ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഓംനിപോട്ടൻറ്റ്. ഓൾ പവർഫുൾ, ഓംനിപോട്ടൻറ്റ്. മലയാളം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മകൻ എന്ന പദത്തിൻ്റെ അലിംഗ ബഹുവചനം, മകൻ എന്നതിൻ്റെ അലിംഗ ബഹുവചനം ഏതാണ്? മകൻ്റെ അലിംഗ ബഹുവചനം ഏതാണ്? മക്കൾ. നെക്സ്റ്റ്, മലയാളത്തിൻ്റെ എഴുത്ത് രീതിക്ക് അനുയോജ്യമായ വാക്യം തിരഞ്ഞെടുക്കുക. എഴുത്ത് രീതിക്ക് ഒന്നാമത്തത്, ഇന്ത്യയിലുള്ള ദരിദ്രരും അവശ്യരുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പാൻ ഉള്ള ശാന്തവും ഫലവുമായ ഒരേ ഒരു ഉപായം ഖാദി അല്ലാതെ വേറെ ഒന്നുമില്ല. അടുത്തത്, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ശുദ്ധമായ മലയാളമാണ് ചോദിച്ചേക്കുന്നത്. ഇന്ത്യയിലുള്ള ദരിദ്രരും അവശ്യരുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പാനുള്ള ശാന്തവും സത്ഫലവുമായ ഒരേ ഒരു ഉപായം ഖാദി അല്ലാതെ വേറെ ഒന്നില്ല. നമ്മൾ എഴുത്ത് ഭാഷയിൽ എങ്ങനെയാണോ അല്ലേ, ഇവിടെ വേറെ ഒന്ന് ഇല്ല, പിരിച്ചെഴുതിയേക്കാണ്. നമ്മളെപ്പം പറയുന്നത് എങ്ങനെയാണ്? വേറെ ഒന്നില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ശരിയാക്കിയാൽ മതി. നെക്സ്റ്റ്,
താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏതാണ്? ഈ രണ്ട് വീതം, ഈ രണ്ടിൽ ഏതാണ് ശരിയായത്? ഈ രണ്ട് വീതം നമ്മൾ പറയാറുണ്ടോ അതോ ഈ രണ്ടെന്ന് പറയാറുണ്ടോ? ഏതാണ് ഉചിതമായ പ്രസ്താവന? ഏതാണ്? രണ്ടാമത്തെയാണ് ശരി വരിക. അതായത് ഓപ്ഷൻ സി, ഈ രണ്ട് അല്ലേ എന്ന് പറയാറുണ്ട്, ഈ രണ്ട്. അടുത്തത്, നക്ഷത്രം എണ്ണുക എന്ന പ്രയോഗത്തിന് മലയാളത്തിൽ നടപ്പുള്ള അർത്ഥം. നക്ഷത്രം എണ്ണുക എന്ന് പറഞ്ഞാൽ പരീക്ഷാ ഹോളിൽ നക്ഷത്രം എണ്ണാറുണ്ട് അല്ലേ? എണ്ണാതെ വരട്ടെ, നമുക്ക് നല്ലതായി തീരട്ടെ. ഒരിക്കലും എണ്ണാൻ ഇടവരുത്തരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. ആൻസർ എന്താണ്? കഷ്ടപ്പെടുക അല്ലേ? നക്ഷത്രം എണ്ണാൻ പാടില്ല. നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് നന്നായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത് എപ്പോഴും. അപ്പോൾ കഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ. താഴെ കൊടുത്ത വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ കൊടുത്ത വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെ? ഓരോ പൗരനും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ഏത് വിദേശികൾക്കും നമ്മുടെ മര്യാദകൾ മനസ്സിലാവും. ആ മലവെള്ളം കുറേ ദിവസം നിന്നു. 1000 തേങ്ങകൾ വിറ്റാൽ അന്ന് 1 പവൻ കിട്ടും. അന്ന്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ശരി. അടുത്തത്, ചിന്മയം എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ചിന്മയം എന്ന വാക്ക് ഓപ്ഷൻ ബി ചിത് പ്ലസ് മയം, ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. അർത്ഥവിരാമം രോധിനി, അപൂർണവിരാമം ഭിത്തിക, പൂർണ്ണവിരാമം ബിന്ദു. അത് നമുക്കറിയാവുന്നല്ലേ. പൂർണ്ണവിരാമം ബിന്ദു, അല്പവിരാമം അങ്കുരം. ഇതുകൊണ്ട് പറയാം, അർത്ഥവിരാമം എന്ന് പറയുമ്പോൾ എന്താണ്? അർത്ഥവിരാമം രോധിനി, അർത്ഥവിരാമം രോധിനി, അപൂർണവിരാമം ഭിത്തിക, പൂർണ്ണവിരാമം ബിന്ദു, അല്പവിരാമം അങ്കുശം. അങ്കുശം. നെക്സ്റ്റ് വൺ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി കണ്ടെത്തുക. ഡി ആണ്. ദന്തഗോപുരം എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കാൻ പറ്റാത്ത സ്ഥലമാണ് ദന്തഗോപുരം. തെറ്റായ ജോഡി. പോട്ടെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതൊന്ന് നോക്കിയേക്കാം. വൈതിരിൻ എന്ന് പറഞ്ഞാൽ ദുർഘടമായ സ്ഥലം അറിയാം. ഭഗീരഥ പ്രയത്നം അറിയാം. കഠിനമായ അധ്വാനം അല്ലേ? നമുക്ക് ഭഗീരഥ പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ ബേസ് ലിസ്റ്റിലേക്ക് കടക്കാൻ പറ്റൂ. ഭഗീരഥ പ്രയത്നം തന്നെ വേണം, എന്നാലേ പറ്റുള്ളൂ. കഠിനമായ അധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ എത്രയുണ്ട്. നെക്സ്റ്റ്, ഇനി അക്ഷയപാത്രം, അവസാനിക്കാത്ത സമ്പത്ത്. അടുത്തത്, ഇത് മൂന്ന് നമുക്ക് ശരിക്കും അറിയാം അല്ലേ? അറിയാത്ത ഇതാണ്, അപ്പോൾ അതും ആൻസർ എഴുതാൻ പറ്റും. നെക്സ്റ്റ്, കൂട്ടത്തിൽ ചേരാ തിരിച്ചറിയുക. ക്ഷണം ക്ഷണനം, ഇതിലേതാ തിരിച്ചറിയുന്നത്? താരം താരകമാണ് കേട്ടോ, അതാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ്, മഞ്ഞുതൊപ്പി എന്ന പദത്തിന് ശരിയായ വിഗ്രഹരൂപം കണ്ടെത്തുക. മഞ്ഞുതൊപ്പിക്ക് വിഗ്രഹിക്കുക. മഞ്ഞുതൊപ്പി, മഞ്ഞിനെ തടുക്കുന്ന തൊപ്പി അല്ലേ? അപ്പോൾ അർത്ഥം കൂടി നോക്കി വേണം വിഗ്രഹിക്കാൻ. മഞ്ഞിനെ തടുക്കുന്ന തൊപ്പി, അതോ മഞ്ഞുകൊണ്ടുള്ള തൊപ്പി അല്ല അല്ലേ? മഞ്ഞിനെ തടുക്കുന്ന തൊപ്പി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സി യു അഗെയിൻ.